പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുമ്പാണ് പുതുക്കോട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത്. ആ വീഡിയോ ഇത് കാണുന്ന ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ഇന്ന് കരുതുന്നത്. ആ വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവത്തെക്കുറിച്ച് അത് കണ്ട ആളുകൾക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പുതുക്കോട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആധുനിക വാതക ശ്മശാനം, ആ ശ്മശാനത്തിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ MCFൻ്റെ കെട്ടിടവുമുണ്ട്. അപ്പോൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ നമ്മുടെ ശ്മശാനത്തിൻ്റെ ഫ്രണ്ടേജിൽ അവർ ശേഖരിച്ച് വന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അന്ന് അവർ മറ്റ് വാർഡ് പ്രദേശങ്ങളിൽ നിന്നും ബൾക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ പ്രദേശത്തന്ന് മഴ പെയ്ത ഒരു ദിവസമായതുകൊണ്ട് അവർ അവർ ശേഖരിച്ച വസ്തുക്കൾ മഴ നനയാതിരിക്കണം എന്നുള്ള കാരണം കൊണ്ട് നമ്മുടെ പുതിയതായി ഉദ്ഘാടനം ചെയ്ത ശ്മശാനത്തിൻ്റെ ഇൻ്റർലോക്ക് വിരിച്ച മുറ്റത്ത് ഈ വസ്തുക്കൾ അവിടെ വെച്ചു. അവിടെ നിന്ന് അല്പാൽപമായി ഇവരുടെ കെട്ടിടത്തിലേക്ക് തരംതിരിച്ച് മാറ്റുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമ്മുടെ പുതുക്കോട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ പോയി അത് വീഡിയോ എടുക്കുകയും അതിനെ പുതുക്കോട്ട് വാതക ശ്മശാനത്തിൽ നിന്നും ഈ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ഇതാ വലിയ സമരത്തിലേക്ക് പോവുകയാണ് എന്ന സമരപ്രഖ്യാപനവും നടത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ ഒരു AI വീഡിയോയും അവർ ഇറക്കി. അത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഈ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള അവരുടെ ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ ഇങ്ങനെ കൂടി ഉപയോഗിക്കാം എന്ന് സമീപകാലത്ത് നമ്മളെല്ലാം AI വീഡിയോകൾ കണ്ടതാണ്. പക്ഷേ അത് ഒരു വേറിട്ട പ്രവർത്തനമായി അതിനെ അവരെ യൂത്ത് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി മികച്ച രീതിയിൽ അത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് ശ്രദ്ധിക്കണമെന്ന് കൂടി ഒരു അഭിപ്രായം കൂടി പങ്കുവെക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ചങ്ങാതിമാർ പറഞ്ഞു, ഇതാ മാലിന്യം ഇട്ട് നമ്മുടെ ആധുനിക വാതക ശ്മശാനത്തെ ആകെ നാശകോശമാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ വിലാപമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾക്ക് മാലിന്യം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ട ഒരവസ്ഥയാണ്. കുഴപ്പമില്ല, അത് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എന്താണ് മാലിന്യം? ഹരിതകർമ്മ സേനാ പ്രവർത്തകർ മാലിന്യം ശേഖരിക്കാൻ വരുന്നവരാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണ നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഹരിതകർമ്മസേനയുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മാലിന്യം ശേഖരിക്കുന്നവരല്ല. നമ്മുടെ നാട്ടിലെ മാലിന്യം ശേഖരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരല്ല നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർ. എന്താണ് മാലിന്യം? നമ്മൾ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങളാണ് അവർക്ക് കൊടുത്തയക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ അവർക്ക് കൊടുത്തയക്കരുത്. അവർ ശേഖരിക്കുന്നത് മാലിന്യങ്ങളായി മാറിയേക്കാവുന്ന പാഴ്വസ്തുക്കളാണ്. നമ്മുടെ വീട്ടിലെ പഞ്ചസാര വാങ്ങുന്നതിൻ്റെ കവർ, പാല് വാങ്ങുന്നതിൻ്റെ കവർ, കടുക് വാങ്ങുന്നതിൻ്റെ കവർ,
നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പാഴ്വസ്തുക്കൾ, അതിപ്പോൾ റിമോട്ട് പൊട്ടിയതിൻ്റെ ആവാം, ഇലക്ട്രോണിക്കിൻ്റെ ബൾബാവാം, അല്ലെങ്കിൽ ഒരു മറ്റെന്തോ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്കിൻ്റെ പാഴ്വസ്തുക്കൾ. ഈ പാഴ്വസ്തുക്കൾ വീടുകളിൽ ഇങ്ങനെ നമ്മൾ എടുത്തു വച്ച നമ്മുടെ നാട്ടിലുള്ള പ്രവണത ഇത് പൊതു ഇടങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പാഴ്വസ്തുക്കൾ പൊതു ഇടങ്ങളിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ മാലിന്യമായി മാറും. ഈ പാഴ്വസ്തുക്കൾ ഇങ്ങനെ കുന്നുകൂടി പൊതു ഇടങ്ങളിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അതൊരു മാലിന്യമായി മാറും. നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർ പാഴ്വസ്തുക്കളാണ് ശേഖരിക്കുന്നത്, മാലിന്യങ്ങളല്ല. മാലിന്യം എന്ന് പറയുന്നതിന് മറ്റ് ചില ഡെഫിനിഷൻസും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേനയുടെ സഹോദരിമാർക്ക് നമ്മൾ മാലിന്യം കൊടുക്കരുത്, പാഴ്വസ്തുക്കൾ കൊടുക്കുക. പാഴ്വസ്തുക്കൾ നിങ്ങൾ മാലിന്യമാക്കി മാറ്റിയേക്കാവുന്ന പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് നമ്മളെങ്ങനെ കൊടുക്കണം? നിങ്ങൾ പാല് വാങ്ങിയ കവറാണെങ്കിൽ പാല് പൊട്ടിച്ച്, പാക്കറ്റ് പൊട്ടിച്ച് പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കവർ അങ്ങനെ എടുത്തു വെച്ച് ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ വരുന്നത് വരെ അത് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ, കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പാലിൻ്റെ കവർ പൊട്ടിച്ച് അതേപടി 2 ദിവസം ഒന്ന് വീട്ടിലെടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ അത് മാലിന്യമായി മാറും, അതിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങും. എന്നാൽ ഹരിതകർമ്മസേനയുടെ സഹോദരിമാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ പാലിൻ്റെ കവറും അതുപോലെ പഞ്ചസാരയുടെ കവറും അതുപോലെ മറ്റ് പാഴ്വസ്തുക്കളെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. പാലിൻ്റെ കവർ ആണെങ്കിൽ അതൊന്ന് വെള്ളമൊഴിച്ച് കഴുകി ഉണക്കി സൂക്ഷിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. എത്ര പേർ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അങ്ങനെയാണ് മാലിന്യം കൈകാര്യം ചെയ്യേണ്ടത്, പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ കൈകാര്യം ചെയ്തില്ലെങ്കിലാണ് അത് മാലിന്യമായി മാറുക. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പാഴ്വസ്തുക്കൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മാലിന്യമായി മാറും. പാലിൻ്റെ കവർ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു പാഴ്വസ്തുവാണ്. എന്നാൽ നിങ്ങളത് വൃത്തിയാക്കാതെ അതൊരു മാലിന്യമാക്കിയിട്ടാണ് വെക്കുന്നത് എങ്കിൽ അത് മാലിന്യമാണ്. അങ്ങനെ അവർക്ക് കൊടുക്കരുത്, ഹരിതകർമ്മസേന പ്രവർത്തകർക്ക്. ശശിയേട്ടൻ വളരെ വിലപ്പെട്ട ഒരു അഭിപ്രായമാണ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവർക്ക് കൊടുക്കേണ്ടത് പാഴ്വസ്തുക്കളാണ്. നമ്മുടെ വീടുകളിലെ, നമ്മുടെ നാട്ടിലെ മാലിന്യം ശേഖരിക്കുന്ന പ്രവർത്തകരല്ല ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. അതാണ് മാലിന്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ആധാരമായ കാര്യമുണ്ടായത്, നമ്മുടെ വീടുകളിൽ നിന്ന് ശുചീകരിച്ച് കൊടുത്ത, എത്രത്തോളം ശുചീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം, ശുചീകരിച്ച് കൊടുത്ത പാഴ്വസ്തുക്കൾ അവർ വിവിധ മിനി MCFകളിൽ നിന്ന് ശേഖരിച്ച് നമ്മുടെ MCFിലേക്ക് കൊണ്ടുപോയപ്പോൾ നല്ല മഴയായിരുന്നു. ഈ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ പാഴ്വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വളരെ ബോധ്യമുള്ള പഠിച്ച ആളുകളാണ് ആര്? നമ്മളെക്കാളൊക്കെ പഠിച്ച ആളുകളാണ് ആര്? അതിൻ്റെ പരിശീലനം കിട്ടിയ ആളുകളാണ് ഹരിതകർമ്മസേനയുടെ നമ്മുടെ ചേച്ചിമാർ. അവർക്കറിയാം ഇതെങ്ങനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് മിനി MCFകളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോയ പാഴ്വസ്തുക്കൾ കൊണ്ടുപോയ സമയത്ത് നല്ല മഴ പെയ്തപ്പോൾ അത് ആ മഴയത്ത് കടന്നു കഴിഞ്ഞാൽ അത് മാലിന്യമായി മാറും, പാഴ്വസ്തുക്കൾ മാലിന്യമായി മാറും. അപ്പോൾ മഴ കൊള്ളാതെ ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. ഇനി ആധുനിക വാതക ശ്മശാനത്തിൻ്റെ മുറ്റത്ത് ഇത് വെച്ചു എന്നുള്ളതാണല്ലോ. ആധുനിക വാതക ശ്മശാനം പുതുക്കോട് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത 1 കോടി രൂപ ചെലവഴിച്ച ആധുനിക വാതക ശ്മശാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള ശ്മശാനങ്ങൾ പോലെ അവിടെ ഇത് ശ്മശാനം റണ്ണാവണമെങ്കിൽ അറിയാലോ കാര്യങ്ങൾ. ശ്മശാനം റണ്ണാവണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ആ പ്രവൃത്തി അവിടെ എപ്പോൾ തുടങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ സാഹചര്യം വരണമല്ലോ. ശ്മശാനം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ അത് വേണം. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു
കുടുംബം അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ ഒരു ശവശരീരവുമായി നമ്മുടെ ശ്മശാനത്തിലേക്ക് സംസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ പാഴ്വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തതുപോലെ കണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതവിടെ ഇങ്ങനെ അതിൻ്റെ മുറ്റത്ത് അങ്ങനെ ഇടാൻ പാടില്ല. പക്ഷേ നമ്മുടെ ആധുനിക വാതക ശ്മശാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു റണ്ണ് ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ചിട്ടില്ല, അതായത് അവിടെ ശവം സംസ്കരിച്ചിട്ടില്ല ഇതുവരെ, ശവം സംസ്കരിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവർ കൊണ്ടുവന്ന പാഴ്വസ്തുക്കൾ മഴ നനയാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവരുടെ MCF കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഇൻ്റർലോക്ക് വിരിച്ച മുറ്റത്ത് അവർ ഈ പാഴ്വസ്തുക്കൾ മഴ നനയാതെ ഭദ്രമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഇറക്കി വെച്ചു. അത് ശരിയാണ്, അവിടെ ഇറക്കി വെച്ചു. അതിലെന്താണ് തെറ്റ്? അവരിറക്കി വെച്ചു അവിടെ. എന്നിട്ട് അവരതിൽ ഈ പറഞ്ഞതുപോലെ അത് തരംതിരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ 1-2 ദിവസമായി ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താണ് ചെയ്തത്? അവിടെ പോയി അവിടെ അത് വീഡിയോ എടുത്തു, വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല. പക്ഷേ അതൊരു മര്യാദയാണോ എന്നുള്ളത് ഇത് കാണുന്നവർ തീരുമാനിക്കട്ടെ. കുറച്ച് നമ്മുടെ ഹരിതകർമ്മസേനയുടെ സഹോദരിമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്കൂട്ടത്തെ കൂട്ടുകയും എന്തോ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ ഇവിടെ ആകെ കുഴപ്പമാണ് എന്ന് അവരെ ഭീതിപ്പെടുത്തുകയോട് ചെയ്യുന്ന രീതിയിൽ ഇടപെടുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. യൂത്ത് കോൺഗ്രസിനെ മുഖവിലേക്കെടുക്കാം, തള്ളിക്കളയാം, അത് അവരുടെ ജനാധിപത്യ മര്യാദയ്ക്ക് വിടുന്നു. അപ്പോൾ അവരങ്ങനെ വീഡിയോ എടുത്തു, അതൊരു വലിയ ഇവിടെ ആകെ കുഴപ്പമാണ് എന്ന രീതിയിൽ ഇത് പ്രചരിപ്പിച്ചു. അപ്പോൾ നമുക്ക് അവരോട് പറയാം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസിനും പറയാം, നിങ്ങൾ ഇത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇത് മാറ്റണം, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മര്യാദയാണ്. പക്ഷെ അവിടെ ഉണ്ടായത് യൂത്ത് കോൺഗ്രസിൻ്റെ 1-2 പ്രവർത്തകർ വന്ന് ഒരുപാട് ആളുകളെ കൂട്ടി ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. ഞാൻ ഭീകരാന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, ഒരു തമ്മത്തല്ലുണ്ടാക്കിയതൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുടെ മാനസികപരമായി അവർ ഭയന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്രൗഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവർക്കത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അവരവിടെ ചെയ്തത് ഇത് മാത്രമാണ്. ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മസേന പ്രവർത്തകർ ഇവിടെ എന്തോ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള രീതിയിൽ അവരെ ആകെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവരാകെ മോശക്കാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു കാര്യം പങ്കുവെക്കുന്നത്. നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് ഇപ്പോൾ ശശിയേട്ടൻ പറഞ്ഞല്ലോ, കമൻറ്റിൽ പറഞ്ഞല്ലോ, 50 രൂപയാണ് കൊടുക്കുന്നത്, 100 രൂപ കൊടുത്താലും പ്രശ്നമില്ല എന്ന്. അത് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരാളുടെ അഭിപ്രായമാണ്. കാരണം 50 രൂപയാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നത്. പല വീടുകളിൽ നിന്നും ഈ 50 രൂപ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പല അധിക്ഷേപങ്ങൾ അവർ നേരിടുന്നുണ്ട്, പല നീരസങ്ങൾ അവർക്ക് കാണേണ്ടി വരുന്നുണ്ട്. നമ്മുടെ പല ഹരിതകർമ്മസേനയുടെ ചേച്ചിമാരും നമ്മുടെ പ്രദേശത്തിനകത്ത് പറയാറുണ്ട്, ഇതാ ഇന്ന വീട്ടിലെ ആൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവരോട് പോയി സംസാരിക്കാറുണ്ട്. നമ്മളിങ്ങനെ പറയാൻ പാടുമോ? അവർ 50 രൂപ കൊടുക്കും, 50 രൂപയാണ് കൊടുക്കുന്നത്. ആലോചിക്കണേ, ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് തുച്ഛമായ വേതനമാണ്. നിങ്ങൾ പരിശോധിച്ചോ? അവർ ചെയ്യുന്ന ജോലി, നമ്മുടെ ഒരു വാർഡിലെ 2 ഹരിതകർമ്മസേന പ്രവർത്തകരാണ്. അവർ ഈ വാർഡ് മുഴുവൻ നടന്നിത് ശേഖരിക്കുക. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് 50 രൂപയാണ് കൊടുക്കുന്നത്. ഈ പൈസ അങ്ങനെ അവരുടെ പോക്കറ്റിലേക്കല്ല, അത് മനസ്സിലാക്കണം. നമ്മുടെ പഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കാനുള്ള പൈസ ഈ 50 രൂപയിൽ നിന്ന് കിട്ടില്ല. തുച്ഛമായ വേതനമാണ് കൊടുക്കുന്നത്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു മഹത്വം എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ നിങ്ങൾ ഒരു മാസം മിനി MCFൽ നിന്നും അല്ലെങ്കിൽ MCF കെട്ടിടത്തിൽ നിന്നും കയറ്റിപ്പോകുന്ന
മാലിന്യമായി മാറിയേക്കാവുന്ന പാഴ്വസ്തുക്കളുടെ ഒരു ഒരു കണക്കൊന്ന് നോക്കണം നിങ്ങൾ. അതെല്ലാം നമ്മുടെ നാട്ടിൽ കൂമ്പാരമായി കിടക്കുന്ന സാധനങ്ങളാണ്. ഇനി നാട്ടിലില്ലെങ്കിൽ പോട്ടെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ തൊടിയിൽ, നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട സാധനങ്ങളാണ്. അവർ എത്ര കരുതലോടു കൂടിയാണ് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി അത് ശേഖരിച്ച് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ ഈ 50 രൂപ കൊടുക്കുന്നതിനുള്ള മുഷിപ്പ് ചില ആളുകളെങ്കിലും കാണിക്കാറുണ്ട്. ചില ആളുകൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. പിന്നെ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൃത്തിയായി കൊടുക്കണമല്ലോ. ഭൂരിഭാഗം ആളുകളും വൃത്തിയായി കൊടുക്കാം. പക്ഷേ ചിലയിടത്തു നിന്നെങ്കിലും അവർക്ക് വേണ്ടത്ര രീതിയിൽ അത് മാലിന്യം അല്ലെങ്കിൽ പാഴ്വസ്തു കൈകാര്യം ചെയ്യാതെ കൊടുക്കുന്നതുണ്ടാവും. അതെല്ലാം അവർ എടുത്തിട്ട് പോകുന്നില്ലേ, അവർ വാങ്ങിയിട്ട് പോകുന്നില്ലേ, എന്നിട്ട് അത് കൊണ്ടുപോയി വൃത്തിയാക്കുന്നില്ലേ. ഇനി ഈ പാഴ്വസ്തുക്കളെല്ലാം ഒരു വീട്ടിൽ നിന്ന് ഓരോ ചാക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരു ചാക്ക്, ഒരു വാർഡിൽ എത്ര വീടുണ്ട്? ഇത് ആ MCFൽ കൊണ്ടുവച്ച് അതെല്ലാം അവിടെ കൊട്ടി അതിനെ ഒന്നുകൂടി സോർട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവറുകളുടെ ഭാഗത്തേക്കാക്കി, കുപ്പി വേറൊരു ഭാഗത്തേക്കാക്കി, ഇലക്ട്രോണിക്സ് വേറൊരു ഭാഗത്തേക്കാക്കി. ഇതൊരു വലിയ പണിയല്ലേ? നമുക്കിത് നിസ്സാരമായൊരു പണിയാണ് തോന്നുന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ഇറങ്ങുമ്പോൾ അവരോടൊപ്പം ഒരു ദിവസം ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകരെ ഈ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അവർ 50 രൂപയാണ് വാങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണമെങ്കിൽ DYFI 500 രൂപ നൽകാം. 500 രൂപ ഞങ്ങളെ സംബന്ധിച്ച് വലിയ തുകയാണ്. ഞങ്ങൾ പിരിവെടുത്ത് നൽകാം. ഒരു ദിവസം ഹരിതകർമ്മസേന പ്രവർത്തകരോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊന്ന് ഇറങ്ങി വെറുതെ പോയാൽ മതി. മറ്റേ പാഴ്വസ്തുക്കളൊക്കെ അവർ ശേഖരിച്ചോളും. നിങ്ങൾ വെറുതെ ഒന്ന് അവരൊപ്പം നടന്നാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും അവർ ചെയ്യുന്നത് ഒരു ജോലിയല്ല, അവർ ചെയ്യുന്നത് ഒരു സേവനമാണ്. നമ്മുടെ വീടാന്തര സേവനമാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുപോകുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് സേവനം ചെയ്യുകയാണ്. അപ്പോൾ അവർ നാട് മുഴുവൻ സേവനം ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ സഹോദരിമാരാണ്. നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ബഹുമാനിക്കണമെന്നില്ല. ജനാധിപത്യ രാജ്യമല്ലേ, ബഹുമാനിക്കണ്ട. പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ജനപ്രതിനിധി എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഞ്ചായത്ത് പോകുമ്പോൾ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് സല്യൂട്ട് നൽകണം. കാരണം അവർ നമ്മുടെ പഞ്ചായത്തിനെ അത്രത്തോളം സേവിക്കുന്നവരാണ്, അത്രത്തോളം നമ്മുടെ പഞ്ചായത്തിൽ സേവനം ചെയ്യുന്നവരാണ്. തുച്ഛമായ വേതനം നമ്മൾ അവരുടെ വേതനത്തെക്കുറിച്ച് പറയരുത് സത്യം പറഞ്ഞു. കാരണം അതൊരു വേതനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് മഹത്തായൊരു പ്രവൃത്തിയാണ്. അത് ശശിയേട്ടൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ക്യാൻസറിനെ കുറിച്ച്. ഞാനത് പറയാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെ നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകരോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയ ഞാൻ പരമാവധി ആളുകളെ പേഴ്സണലായിട്ട് പോയി കാണും. എന്നിട്ട് ഞാൻ പറയാറുണ്ട്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയാണ്, ഞാൻ പേരെന്ന് പറയുന്നില്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ. അപ്പോൾ അവർ തമാശയ്ക്കാണ്, അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ 50 രൂപ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കവറും കൊടുക്കണം 50 രൂപയും കൊടുക്കണം, ഈ കവർ ഇവർ കൊണ്ടുപോയിട്ട് വിൽക്കുകയല്ലേ ചെയ്യുന്നത് എന്നാണ് പല ധാരണ ആളുകളുടെ. കവർ ഇവർ കൊണ്ടുപോയി അവർക്ക് പൈസ കിട്ടില്ലേ, പിന്നെ എന്തിനാണ് 50 രൂപ? അവർ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട്, ഞങ്ങളുടെ വീട്ടിൽ കവറൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഇവർ 50 രൂപ വേണമെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് പോയാൽ പിന്നെ മറ്റൊരു കാര്യങ്ങളും നടക്കില്ല, ഹരിതകർമ്മസേനയുടെ കാർഡ് വേണമെന്നാണ് പറയുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ചേച്ചിയേട്ടാ ഇതുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഞ്ചായത്ത് അങ്ങനെ സർക്കാർ അങ്ങനെ പറയുന്നത്, നിങ്ങൾ 50 രൂപയുടെ കാർഡ് കാണിക്കണമെന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മാലിന്യ സംസ്കരണം, പാഴ്വസ്തു സംസ്കരണം എന്നുള്ളത് അതൊരു കൾച്ചറിൻ്റെ ഭാഗമായി വരേണ്ടതാണ്. അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട മിഷനുകളിൽ ഒന്നാണ് ലൈഫ് മിഷൻ എന്നറിയാം, മറ്റൊന്നാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന വരുന്നത്. അപ്പോൾ ഈ ഹരിതകർമ്മസേന നമ്മുടെ നാട്ടിലെ പാഴ്വസ്തുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് മാലിന്യ വിമുക്ത കേരളം എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ പുഴകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം നടത്തുന്നുണ്ട് ഹരിത കേരള മിഷൻ തന്നെ.
ഹരിതകർമ്മസേനയുടെ ഈ പാഴ്വസ്തു ശേഖരണം മാത്രമല്ല, നിരവധി ഇതുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകില്ല. അപ്പോൾ ഹരിതകർമ്മസേന പ്രവർത്തകർ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കവറൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പഞ്ചസാര എങ്ങനെ മേടിക്കാറ്? അപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ കടലാസിൽ പോയിട്ട് മേടിക്കാറ്. അപ്പോൾ ശരി, വെളിച്ചെണ്ണ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുപ്പി കൊണ്ടുപോകും. നുണയാണ്, കാരണം കുപ്പിയൊന്നും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ആരും വെളിച്ചെണ്ണ മേടിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ കുപ്പിയിൽ വെളിച്ചെണ്ണ മേടിക്കാം. അപ്പോൾ ആ കുപ്പി ഒരു പാഴ്വസ്തുവാണ്, അത് നമുക്ക് മനസ്സിലാക്കണം. കുപ്പി വേണമെങ്കിൽ നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാം. പക്ഷേ എങ്കിൽ കൂടി ഒരു മാസം ഒരു 2-3 കുപ്പി മേടിച്ചാൽ അത് നമ്മളൊരു എന്തായാലും കളയും, ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവരുടെ അടുത്ത് നിങ്ങൾ കടുക് എങ്ങനെയാണ് മേടിക്കുന്നത്? കടുക് എങ്ങനെയാണ് മേടിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു അത് കവറിലാണ് മേടിക്കുന്നത്. അതെ. അപ്പോൾ ഞാൻ വെച്ചാൽ ആ കവർ എന്താ ചെയ്യുക? അത് ഞാൻ അടുപ്പിലിടും. അത്യാവശ്യം വിറക് കത്തിച്ച് വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, നമ്മുടെ പഞ്ചായത്തിൽ എത്ര ക്യാൻസർ രോഗികളുണ്ടാവും എന്നറിയുമോ? ഒരു ഉദ്ദേശ കണക്ക് പറയുമോ? അപ്പോൾ പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും ക്യാൻസർ അല്ലേ, ഇപ്പോൾ പുതിയ അസുഖങ്ങൾ വരികയല്ലേ, എല്ലാവർക്കും ക്യാൻസറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്? ഇപ്പോൾ ചേച്ചി ഈ പറഞ്ഞ പോലെ കടുകിൻ്റെ കവർ അടുപ്പിലിട്ടു, അതിൻ്റെ അടുത്തല്ലേ നിൽക്കുന്നു, അതല്ലേ ശ്വസിക്കുന്നു. ഗുളികയുടെ സ്ട്രിപ്സ്, നമ്മൾ ഈ ഗുളിക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ, അതെന്താ ചെയ്യുക? അതും അടുപ്പിലിടും. അപ്പോൾ അത് ആരാ ശ്വസിക്കുന്നു? വീട്ടിലുള്ളവരാ. ആ ഇടുന്ന ആളും ആ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ ശ്വസിക്കുകയാണ്. എങ്ങനെ ക്യാൻസർ വരാതിരിക്കുക? അതൊന്ന്. മറ്റൊന്ന്, എന്നാൽ ഞങ്ങൾ കുഴിച്ചിടുന്നില്ല, അല്ല മറ്റേ അടുപ്പിലിടുന്നില്ല, തൊടിയിക്കിടാം, എനിക്ക് തൊടിയിൽ നിറയെ സ്ഥലമുണ്ട് എന്നായി. തമാശയ്ക്ക് പറയാം കേട്ടോ അവർ നമ്മളെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്ര കടുക് മേടിക്കും? ഒരു 100 കടുകൊന്നും മേടിച്ചാൽ പോരല്ലോ, ഒരു 1/4 കിലോൻ്റെ കടുക് മേടിച്ചാൽ കൂടി ഒരു കവർ കിട്ടും. അപ്പോൾ ഒരു വർഷം 12 കവർ, ഒരു മാസം 1/4 കിലോൻ്റെ കടുക് ഒരു പാക്കറ്റ് ഒരു മാസം മേടിച്ചാൽ വിചാരിക്കാം. അപ്പോൾ 12 കടുകായി, അല്ല 12 കവറായി. ഈ 12 കവർ തൊടിയിൽ കിട്ടും ഒരു വർഷം. അപ്പോൾ ഈ കവർ എവിടെ പോവുക? കവർ നശിക്കില്ലല്ലോ, അത് മണ്ണിൽ കിടക്കും. നിങ്ങൾ ഇവിടെ തൊടിയിൽ കൃഷി ചെയ്യില്ലേ, അത് പിന്നെ പിടിക്കുമോ? ഇല്ല, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. വെള്ളം ഒഴുകുമ്പോൾ ഈ കവറയിൽ കയറി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ വരുമ്പോൾ ഈ കവർ നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ 50 രൂപ നിങ്ങൾ കവർ കൊടുത്തില്ലെങ്കിലും മേടിക്കണമെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും 50 രൂപ കൊടുക്കണം, കാരണം പഞ്ചായത്തിൽ വേറെ ആവശ്യങ്ങൾക്ക് പോകണമല്ലോ. അപ്പോൾ മാക്സിമം കവർ ഒരു ചാക്ക് കുത്തി നിറച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ പാഴ്വസ്തുക്കളും വൃത്തിയാക്കി അവർക്ക് കൊടുത്തോളൂ, അവർ കൊണ്ടുപോയിക്കോളും. 50 രൂപ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് മുതലാക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ചെയ്യുന്നത് വലിയ സേവനമാണ് നമ്മുടെ നാട്ടിൽ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് ഇപ്പോൾ അറിയാമല്ലോ, പഞ്ചായത്ത് ഇലക്ഷൻ സമീപ ഭാവിയിൽ വരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സമരം ചെയ്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് പൊതുവെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഹരിതകർമ്മസേന പ്രവർത്തകരെ പോലെയുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. നിങ്ങൾ ക്രിയാത്മകമായ സമരങ്ങൾ ചെയ്യൂ, സർഗാത്മകമായ സമരങ്ങൾ ചെയ്യൂ, ജനാധിപത്യപരമായ സമരങ്ങൾ ചെയ്യൂ. സമരങ്ങൾ വരട്ടെ നാട്ടിൽ. അങ്ങനെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനപിന്തുണയുള്ള സമരങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ സമരം ചെയ്യുമ്പോൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. അവരെ മാനസികമായി ഇപ്പോൾ ഇത് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി മൂലം മാനസികമായ വിഷമം എന്തായാലും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ആരെയും വേദനിപ്പിക്കുന്ന സമരങ്ങളല്ല, സർഗാത്മകമായ സമരങ്ങൾ ചെയ്യും, ക്രിയാത്മകമായ സമരങ്ങൾ, ജനപിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ജനപിന്തുണ ആർജിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ ചെയ്യുക, ജനാധിപത്യപരമായ സമരങ്ങൾ ചെയ്യുക എന്നുള്ളതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ അപ്പോൾ നമ്മുടെ പുതുക്കോട്ടിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ, ഞാനിവിടെ ടാഗ് ലൈനിൽ വെച്ച പോലെ കുപ്പത്തൊട്ടിയിൽ മാണിക്യം തീർക്കുന്നവരാണ് അവർ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്മശാനത്തിലേക്ക് പോയില്ലേ, അവിടെ MCFൻ്റെ കെട്ടിടം കണ്ടില്ലേ? ആ MCFൻ്റെ കെട്ടിടത്തിൻ്റെ ചുറ്റും അവർ വെച്ച് പിടിപ്പിച്ച മനോഹരമായ പൂന്തോട്ടം നിങ്ങൾ കാണാതിരുന്നിട്ടുണ്ടാവും ഒരുപക്ഷെ. നിങ്ങളത് കാണണം, നിങ്ങൾ പൂന്തോട്ടം കാണൂ. നമ്മുടെ പുതുക്കോട്ടിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ അവരുടെ MCF കെട്ടിടത്തിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ച ആ മനോഹരമായ പൂന്തോട്ടം ഉണ്ടല്ലോ, ആ പൂന്തോട്ടം തീർത്തവരാണ് അവർ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്യം തീർത്തവരാണ് എന്ന് ഞാൻ പറയാൻ അതാണ് കാരണം. പൂന്തോട്ടം മാത്രമല്ല, അവരവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഈ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത്
അത് ഞാൻ അവിടെ പോയി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് അഭിപ്രായപ്പെട്ടു, അങ്ങനെ ചെയ്യരുത്, പച്ചക്കറി അവരവിടെ ചെയ്യട്ടെ, അതെന്തിനാണ് നശിപ്പിച്ച് കളയുന്നതെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് അങ്ങനെ മാണിക്യം തീർത്തവരാണ് അവർ. നമ്മുടെ വീടാന്തരം കയറി നമ്മുടെ പുതുക്കോട് പഞ്ചായത്തിലുള്ള മുഴുവൻ വീടുകളിൽ നിന്നും ഈ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് കൊണ്ടുപോയ കെട്ടിടത്തിന് ചുറ്റും പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ച പച്ചക്കറി കൃഷി ചെയ്യുന്ന എത്ര എത്ര പോസിറ്റീവായ ഒരു കാര്യം ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരാണ് നമ്മുടെ പുതുക്കോട്ട് പഞ്ചായത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര MCF കെട്ടിടങ്ങൾക്ക് ചുറ്റും ഏതൊക്കെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പൂന്തോട്ടമുണ്ട് എനിക്കറിയില്ല. മാതൃകയാക്കാവുന്നൊരു കാര്യമാണ് ഇവർ ചെയ്തത്. മാതൃക ആരെങ്കിലും പറഞ്ഞിട്ടാണ്? ആരെങ്കിലും അവരോട് പറഞ്ഞു? എനിക്ക് തോന്നുന്നില്ല അത് ആരെങ്കിലും പറഞ്ഞു ചെയ്തതാണ്. അത് ആ പ്രവർത്തകരിലുള്ള ഏതെങ്കിലും 1-2 ആളുകൾ അവരുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്തതായിരിക്കും അത്. പക്ഷേ എത്ര മാതൃകാപരമാണ് അവർ ചെയ്ത പ്രവൃത്തി. അഭിമാനിക്കേണ്ടത് നമ്മൾ പുതുക്കോട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന പ്രവൃത്തിയല്ല അവർ ചെയ്തത്. എത്ര അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകരെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതുക്കോട്ടിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ കുപ്പത്തൊട്ടിയിൽ നിന്ന് മാണിക്യം തീർത്തവരാണ്. അവരെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്, അവരെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്, അവരെ വേദനിപ്പിക്കരുത്. അതാണ് പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തി ചെയ്യുന്നവരാണ് പുതുക്കോട്ടിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ. ഞാൻ മനസ്സിലാക്കുന്നത് 97% പുതുക്കോട്ടിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുടെ അവർ ചെയ്യുന്ന പ്രവർത്തിയുടെ ഒരു പേഴ്സൻറ്റേജ് എന്നുള്ളതാണ്. അവർക്ക് 100% എനിക്ക് തോന്നുന്നില്ല. അവരുടെ കുറവ് കൊണ്ടാണ് അവർക്ക് ആ 100% തയ്ക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. കാരണം പലരും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകാം നമ്മുടെ നാട്ടിൽ, ചിലരെങ്കിലും. പലരും ഇതിനോട് കോർപ്പറേറ്റ് ചെയ്യാത്തവരുണ്ടാവാം, സഹകരിക്കാത്തവരുണ്ടാകാം. അത്തരക്കാർ കൂടി സഹകരിച്ച പുതുക്കോട്ടിലെ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ പ്രവൃത്തി 100% നമ്മൾ മനസ്സിലാക്കണം. അതാരാ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടതാ, ഞാൻ ചെയ്യേണ്ടതാ, നിങ്ങൾ ചെയ്യേണ്ടതാ. ഹരിതകർമ്മസേന പ്രവർത്തകരല്ല. നമ്മൾ കാരണമാണ് അവർക്ക് 100% പ്രവൃത്തി അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ അവരുടെ വർക്കിൻ്റെ പേഴ്സൻറ്റേജ് 97% എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതിന് 100% വേണ്ടി ഞാനും നിങ്ങളും യൂത്ത് കോൺഗ്രസും എല്ലാവരും ഇടപെടണം. നമ്മൾ ആ രീതിയിൽ കൊടുക്കണം അവർക്ക് പാഴ്വസ്തുക്കൾ. ഒറ്റ പാഴ്വസ്തു ഞാൻ വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനിക്കണ്ട. നമ്മൾ ഒറ്റ പാഴ്വസ്തു ഞാൻ എൻ്റെ വീട്ടിൽ അവിടെയും ഇവിടെ ഇടില്ല എന്ന് തീരുമാനിക്കണ്ട. അങ്ങനെ തീരുമാനിച്ച് അത് വൃത്തിയാക്കി ഞാൻ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് നൽകുമെന്ന് തീരുമാനിക്കണ്ടേ. ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് 50 രൂപയും ഞാൻ ഒരു മടിയും കൂടാതെ നൽകുമെന്ന് നമ്മൾ തീരുമാനിക്കണ്ടേ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ പുതുക്കോട്ടിലെ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ പ്രവൃത്തി 100% തയ്ക്കാൻ വേണ്ടി കഴിയും. 100% തയ്ക്കാൻ തടസ്സം നിൽക്കുന്നത് ഞാനും നിങ്ങളും പോലെയുള്ള ആളുകളാണ്. അത് നമ്മൾ തിരുത്തണം. അവർ 100% അവരുടെ പ്രവൃത്തിയാക്കട്ടെ. അതിനു വേണ്ടിയുള്ള ഇടപെടൽ എല്ലാവരും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അത് നമ്മൾ ചെയ്യണം. അവരുടെ ഒരു കുറവ് കൊണ്ടല്ല അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാടിൻ്റെ പ്രശ്നം, നമ്മുടെ നാടിൻ്റെ ചില ആളുകളുടെ കേട്ടോ, നല്ല രീതിയിൽ ഇത് കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ അടുത്ത അവാർഡ് കിട്ടിയല്ലോ, നമ്മുടെ 15ാം വാർഡിൽ തന്നെ അലിയയ്ക്കൊക്കെയാണ് കിട്ടിയത്. അതായത് നല്ല രീതിയിൽ ഈ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന ആളാര് പഞ്ചായത്തിലെ എന്ന് സർക്കാർ ചോദിച്ചപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർ തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസും മാർഗനിർദ്ദേശവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറേ ആളുകളുണ്ടാവുമല്ലോ, കുറേ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് നമ്മുടെ 15ാം വാർഡിലെ തന്നെ അലീക്കൊക്കെയാണ് ആ സമ്മാനം കിട്ടിയത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് ആ സമ്മാനം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവാർഡ് പഠിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 3% തികയ്ക്കാൻ അവരെ സമ്മതിക്കാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരുത്തി കൊണ്ടുപോകണം. ഇത് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ശശിയേട്ടൻ സൂചിപ്പിച്ച പോലെ ആളുകൾക്കിത് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മളെല്ലാവരും യൂത്ത് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തി ഇങ്ങനെ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് വേണ്ടി കോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമല്ലേ? നിങ്ങൾ ജനപിന്തുണ വരില്ലേ? നല്ല കാര്യമല്ലേ ചെയ്യുന്നത്? അംഗീകരിക്കില്ലേ? ആരെങ്കിലും നിങ്ങളെ മോശം പറയുമോ? ആരും പറയില്ല. അപ്പോൾ ആ രീതിയിൽ ജനപിന്തുണയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും മുന്നിട്ട് വരണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി ഹരിതകർമ്മസേന പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്.
അപ്പോൾ എനിക്ക് ഹരിതകർമ്മസേന പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു നിരുത്സാഹതയും ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല. നിങ്ങൾ പുതുക്കോട്ടിലെ ഹരിതകർമ്മസേന പ്രവർത്തകർ മാണിക്യം തീർത്തവരാണ്. അഭിമാനമാണ് നിങ്ങൾ. പുതുക്കോട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരാണ് നിങ്ങൾ. മറ്റു പഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് മാതൃകയായ പ്രവർത്തനം നടത്തിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ തളരരുത്, മുന്നോട്ട് പോവുക. 100% നിങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ വെച്ചുപിടിപ്പിച്ച മനോഹരമായ പൂന്തോട്ടവും ആ പച്ചക്കറി കൃഷിയുമൊക്കെ കൂടുതൽ മികവോടുകൂടി നടത്തിക്കൊണ്ടുപോവുക. ഇതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി മുന്നിട്ട് വന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഹരിതകർമ്മസേനയുടെ ഏതെങ്കിലും പ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ യാതൊരു മനോവിഷവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. നിങ്ങൾ ചെയ്തത് അപ്പോൾ അവിടെ ചെയ്യേണ്ട ആപ്റ്റായ കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്നതിൽ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അത് മഴ കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി അവിടെ ഇറക്കി വയ്ക്കുകയും അത് ക്ലിയർ ചെയ്യുകയും അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിലോ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരത്തിലോ ഹരിതകർമ്മസേനയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ യാതൊരു മനോവിഷമവും ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ മാതൃകയായ ഹരിതകർമ്മസേന പ്രവർത്തകരാണ്, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. 100% പ്രവൃത്തി ചെയ്യാൻ കെൽപ്പുള്ള ഹരിതകർമ്മസേനയുടെ ശക്തരായ പോരാളികളാണ്. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഈ നാട് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശിയേട്ടൻ്റെ ഒരു അഭിപ്രായം കൂടി, 2 ബോക്സ് ഓരോ വീട്ടിലും കൊടുക്കണം. പ്ലാസ്റ്റിക്കും മറ്റൊന്ന് ചില്ല് കുപ്പി, ബ്ലേഡ്, ഗുളിക കവർ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. മാലിന്യം, പാഴ്വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ 2 ബോക്സ്, 1 പ്ലാസ്റ്റിക്, ഓക്കെ, ഒരു ബോക്സ് കൂടി വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യം കൈകാര്യം ചെയ്യുമ്പോൾ മെയിനായിട്ടും പറയുന്നത് 2 ബോക്സാണ്, ഏഷ്യായിട്ട് പറഞ്ഞ പോലെ. അത് ഒന്ന് ജൈവ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ്, അതുപോലെ അളിയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, അതിടാൻ ഒരു ബാഗും പ്ലാസ്റ്റിക് ഇടാൻ മറ്റൊരു ബാഗും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ താരതമ്യേന വലുതായിരിക്കണം, കാരണം അത് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുതലാണ്. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പ്ലാസ്റ്റിക് ഗവൺമെൻറ് അങ്ങോട്ട് നിരോധിച്ചാൽ പോലെ. പക്ഷെ അത് തെറ്റായ രീതിയാണ്. കാരണം പ്ലാസ്റ്റിക് നിരോധനം കൊണ്ട് പ്ലാസ്റ്റിക്കിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. കാരണം ലോകത്തിൽ പ്ലാസ്റ്റിക് എന്നുള്ളത് വളരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നമുക്കറിയാം. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് അത്രത്തോളം നമ്മളുമായി ഇടപഴകി. അപ്പോൾ നമ്മുടെ ഉപയോഗ വസ്തുവാണ്, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വസ്തു. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെയാണ് സർക്കാർ ഗൈഡ് ലൈൻസിൽ പരിശോധിക്കുക. ഇത്ര എന്നെ 30 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ചിലപ്പോൾ പെശകായിരിക്കും, പരിശോധിക്കേണ്ടതാണ്. 30 കൂടുതലുള്ള കവറുകളാണ് അപകടകരമായിട്ടുള്ളത്. അതായത് നമുക്ക് എന്താ പറയുക, മണ്ണിൽ കടന്ന് ഇങ്ങനെ നശിച്ചു പോകാതെ വളരെ കാലം മണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന 30 കൂടുതലുള്ളതാണ്. പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഈ 30 കൂടുതലുള്ളത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം തന്നെയാണ്. പ്ലാസ്റ്റിക്കിനെ തുടച്ചു നിൽക്കാൻ തൽക്കാലം എന്തായാലും നമുക്ക് ലോകത്ത് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പുനരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ബൈക്കുള്ള ആളുകളാണ്. ബൈക്കിൽ നമ്മൾ ഒരു സഞ്ചി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സഞ്ചി വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന 50 പൈസയുടെ കവറിൽ നിന്ന് നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വാങ്ങാതെ കഴിയും. നിങ്ങൾ എന്തായാലും കടയിൽ ഒരു ദിവസമോ 2 ദിവസം കൂടുമ്പോൾ കടയിൽ പോകേണ്ടി വരും. ഈ ഒരു സഞ്ചി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് കടയിൽ പോകേണ്ടത് അപ്പോൾ അത് എടുക്കാം. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ വെച്ച് കവർ ഈ സഞ്ചി വണ്ടിയിൽ തന്നെ വെക്കുക. അങ്ങനെ അതൊരു നല്ല പ്രവണതയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് പറയല്ല. ഒരു സഞ്ചി, ഈ പറഞ്ഞ പോലെ ഒരു 10 കിലോ അരിൻ്റെ സഞ്ചിയൊക്കെ ഇല്ലേ, അതൊക്കെ മടക്കി വണ്ടിയിൽ വെച്ചാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം. അപ്പോൾ എത്ര കവർ നമുക്ക് വാങ്ങാതെ കഴിയും? ഈ 50 പൈസയുടെ കവർ വാങ്ങാതെ കഴിയും. അതൊന്നും നമ്മുടെ വീട്ടിൽ മാലിന്യമായിട്ട് വരില്ല. അപ്പോൾ അത് നമ്മൾ ഒന്ന് വണ്ടിയുടെ ഒരു ബാഗിൽ വെച്ചാൽ മതി. അത് ആർക്കും ശല്യമൊന്നുമില്ല. അത് നമുക്ക് കടയിൽ പോകണമെന്ന് എടുക്കുക, സാധനം മേടിക്കുക, അതിൽ തന്നെ വെക്കുക, തൂക്കി കൊണ്ടുവരാൻ എല്ലാം സൗകര്യമാണ്. അപ്പോൾ ഈ 50 പൈസയുടെ കവറിൻ്റെ ഉപയോഗം അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അപ്പം ഇത് വ്യക്തിപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കടയിൽ നിന്ന് ഇനി കവർ വാങ്ങില്ല, എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ മേടിക്കാതെയും കഴിയില്ല.
അങ്ങനെയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാക്കാം. മറ്റൊന്ന് ജൈവമാലിന്യം ശശിയേട്ടൻ പറഞ്ഞ പോലെ പഞ്ചായത്തുകളിൽ തന്നെ ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കി മാറ്റാവുന്ന രീതിയിലുള്ള ബൊക്കാഷോ ബക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇത് 2000 രൂപ എന്തൊക്കെയാണ് അതിൻ്റെ മാർക്കറ്റിൽ വില. അത് പഞ്ചായത്തിൽ നിന്ന് 600 രൂപയ്ക്കോ 400 രൂപയ്ക്കോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 600 രൂപയ്ക്കോ 400 രൂപയ്ക്കോ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഫോമിൽ ബൊക്കാഷോ ബക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത ആളുകൾക്കെല്ലാം 400 രൂപയോ 600 രൂപയോ കൊടുത്താൽ 2000 രൂപയുടെ ബൊക്കാഷോ ബക്കറ്റ് അവർ നൽകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ഫുഡ് വേസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണതിന് നമ്മൾ പഠിക്കണം. കാരണം അതിൽ നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയമായി അതിൽ ഈ മാലിന്യങ്ങൾ വേസ്റ്റാക്കി മാറ്റാനുള്ള ബാക്ടീരിയകളെ അതിൽ വളർത്തുകയാണ്. ഒരു പൊടിയിടുമ്പോൾ ആ ബാക്ടീരിയ ആ പൊടിയിലുണ്ട്. ആ പൊടി നമ്മൾ ഒരിക്കൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ അത് പറഞ്ഞു തരും അവർ. അപ്പോൾ അത് ഈ തട്ടിലേക്ക് എത്തുമ്പോൾ വളമായി മാറും. അതങ്ങനെ എടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിലോ ചെടികളുടെ ചുവട്ടിലോ ഇട്ട് കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നം പരിഹരിച്ചു. നമുക്ക് മെയിനായിട്ടും ഈ ജൈവ മാലിന്യം അത് നമുക്ക് ഇപ്പം നഗരസഭകളിലൊക്കെയാണ് ജൈവ മാലിന്യം എടുക്കുന്നുണ്ട്. ശശിയേട്ടൻ പറഞ്ഞ പോലെ നഗരസഭയിൽ 2 ചാക്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും. അപ്പോൾ ഈ പച്ചയിൽ ജൈവവും മറ്റേതിൽ പ്ലാസ്റ്റിക്കും, അങ്ങനെയാണ് അവർ ഇതാക്കുന്നത്. നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ അവരുടെ ഫീസും കൂടും അവിടെ. ഞാൻ മനസ്സിലാക്കുക കേട്ടോ, 200 രൂപയോ 300 രൂപയോ മറ്റാണ് നഗരസഭ പ്രദേശത്ത്. അവരത് ദിവസേന വരുന്നുണ്ട് പക്ഷേ നഗരസഭയിൽ. അപ്പോൾ അവിടെ ഈ 2 ബോക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശശിയേട്ടൻ പറഞ്ഞ പോലെ നമുക്കിവിടെ വീടുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നില്ല, നമുക്ക് തന്നെ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ പറയാം. 2 ഈ പറഞ്ഞ പോലെ ഒരു ചാക്കാണ് വെച്ചിരിക്കുന്നത്. ഒരു ചാക്ക് വലിയൊരു KSൻ്റെ ചാക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവറുകളെല്ലാം അതിലിടും. ഇപ്പോൾ മിഠായി കവറാണെങ്കിൽ അതിലിടും. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റിന് ഒരു ബക്കറ്റ് പെയിൻറ്റിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഫുഡ് ബക്കറ്റ് ഡെയിലി ക്ലീൻ ചെയ്യണം. ഫുഡ് ബക്കറ്റ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും കൊണ്ടിടാം. ഫുഡ് വേസ്റ്റൊക്കെ 2 ദിവസം കൂടുതൽ വീട്ടിൽ സൂക്ഷിക്കരുത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇത് നമ്മുടെ അമ്മമാരെയോ അല്ലെങ്കിൽ ഒത്തിരി മുതിർന്ന ആളുകളെയോ ഇത് പഠിപ്പിച്ച് അവരെ ശരിയാക്കാമെന്നുള്ളൊരു ഒരു ധാരണ ചിലവരൊക്കെ നന്നായി പഠിക്കും. പക്ഷേ അത് അവർ ശീലിച്ച ഒരു കാര്യമായതുകൊണ്ട് ഇത് പൊട്ടിച്ച ഉടനെ അവരങ്ങനെ അടുപ്പിലിടണം, ഒരു പ്രവണതയുണ്ട്. പിന്നെ അടുപ്പ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ അടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രവണതയുണ്ട്, ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് സാധനം അങ്ങനെ അടുപ്പിലിടും, ഗുളികയുടെ കവറായാലെല്ലാം. അപ്പോൾ അതിന് നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിച്ചാൽ അവർ ഇത് വളരെ വൃത്തിയായി ചെയ്യും. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുട്ടികളെ ഇത് പഠിപ്പിക്കുക. നിങ്ങൾ ഈ മിഠായി കഴിച്ചോ, കവറ് അവിടെ ചാക്ക് വെച്ചിട്ട് അതിലിടണം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായി അവരത് ചെയ്യും. പിന്നെ നമ്മളെ അറിയാതെ ഈ മിഠായി കവർ ഇട്ടാൽ അവർ ചോദിക്കും നമ്മളോട്, ഈ മിഠായി ഇവിടെ ഇടരുത് അവിടെ കൊണ്ടിടണം എന്ന് പറയും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ, ഇപ്പം ഞാൻ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ കവർ എന്താ ചെയ്യാറ്, വണ്ടിയിലൊക്കെ പോകുമ്പോൾ മിഠായി കഴിച്ച കവർ ജനലിൽ കൂടി ഇടുമോ? അപ്പോൾ എല്ലാവരും സത്യസന്ധമായ ഒരു മറുപടി പറയും കുട്ടികൾ. അതാണ് അവരുടെ ഇത്. അവർ പറയും ഞങ്ങളിടും. അപ്പോൾ പറയാം നിങ്ങളങ്ങനെ ഇടരുത്, മിഠായി കഴിച്ച കവറ് പോക്കറ്റിലിടുക. നിങ്ങൾക്ക് പോക്കറ്റ് ഉണ്ടല്ലോ, പോക്കറ്റിലിടുക. വീട്ടിൽ പോയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ശേഖരിക്കുന്ന ഒരു ചാക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മിഠായി കവറൊക്കെ അതിലിടുക. അപ്പോൾ ഒരു മാസം കഴിക്കുന്ന മിഠായി എത്രയാണെന്നുള്ളത് വളരെ കൃത്യമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യണം. പറഞ്ഞാൽ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനൊരു സ്കൂളിൽ പോയിട്ട് ഒരു അനുഭവം ഉണ്ടായത്, ഈ പറഞ്ഞ പോലെ പറഞ്ഞു ഇങ്ങനെ കവറ് വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്കൂളിൽ വന്നൊരു സാറ് പറഞ്ഞിട്ടുണ്ട് കവറ് മേടിച്ചിട്ട് വരരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊണ്ടൊരു രക്ഷിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാൾ. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നമുക്ക് ആ കാര്യത്തിൽ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഹരിതകർമ്മസേന പ്രവർത്തകർക്കുണ്ടായ ആ ഒരു വിഷമം എന്താ പറയുക, നമ്മളെല്ലാവരും എന്താ പറയുക അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഫുഡ് വേസ്റ്റ് ദിവസം എടുക്കണം. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് അതിർത്തിയിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണോ, ഗ്രാമപഞ്ചായത്തിൽ ഫുഡ് വേസ്റ്റ് എടുക്കേണ്ട അതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് പഠിക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്രൊജക്റ്റ് തുടങ്ങുമെന്ന് വയ്ക്കുക. അപ്പോൾ അത് ഓരോ പഞ്ചായത്തിനും ഓരോ മാതിരിയായിരിക്കും. ഇപ്പോൾ പുതുക്കോട് പഞ്ചായത്തിൽ ചെയ്യേണ്ട രീതി ആയിരിക്കില്ല കണ്ണമ്പ്രയിൽ ചെയ്യേണ്ടതായിരിക്കില്ല പഴയന്നൂർ ചെയ്യേണ്ടത്, അതായിരിക്കില്ല ആലത്തൂർ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഓരോ പഞ്ചായത്തിനും ഓരോ ഭൂപ്രകൃതിയാണ്, ഓരോ സ്ഥലത്തിൻ്റെ രീതിയാണ്. പഴയന്നൂർ എന്ന് പറയുമ്പോൾ ടൗണാണ്,
എന്ന് വെച്ചാൽ പഴയന്നൂർ സെൻറ്ററാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഗ്രാമപ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാമപ്രദേശങ്ങൾക്ക് നമുക്ക് ലാൻഡ് ഉണ്ട്, എന്ന് വെച്ചാൽ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് ഫുഡ് വേസ്റ്റുകൾ നമുക്ക് മണ്ണിലിടാം, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഫുഡ് വേസ്റ്റ് നമുക്ക് മണ്ണിലിടാം. അത് വീടുകളിൽ ഒരു കുഴി കുത്തി കഴിഞ്ഞാൽ നന്നായി. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബക്കറ്റ് ഉപയോഗിച്ച് വളമാക്കി മാറ്റാം. അതല്ലെങ്കിൽ ഒരു കുഴി കുത്തി കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് അതിലിടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മറ്റ് ജീവികൾ അത് ഭക്ഷിച്ച് പോകും, ഇല്ലെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുഴി കുത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം മഴക്കാലത്ത് നമ്മൾ ഫുഡ് വേസ്റ്റ് അവിടെയും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപകടമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരും, ഇങ്ങനെ അവരതിൽ കളിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുഡ് വേസ്റ്റ് ഇടാൻ നമ്മുടെ എന്തായാലും കുറച്ച് സ്ഥലമെങ്കിലും ഇല്ലാത്ത വീടുകൾ നമ്മുടെ പഞ്ചായത്ത് പുതുക്കോട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഇടാൻ ഒരു കുഴി കുത്താം, ചെറിയൊരു കുഴി കുത്താം. അതല്ലെങ്കിൽ ഒരു റിങ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ റിങ് ഉപയോഗിക്കുമ്പോൾ മറ്റു പല വസ്തുക്കൾ കത്തിക്കുന്നതിന് കൂടി ഉപയോഗിക്കും. ഈ മാലിന്യങ്ങൾ ഒരിക്കലും പാഴ്വസ്തുക്കൾ കത്തിക്കരുത്, കാരണം അത് നമ്മുടെ അന്തരീക്ഷത്തിന് ദോഷമാണ്. ഇത് കത്തിക്കുന്ന ആളെ അവിടെ നിന്ന് ഇത് ഇളക്കേണ്ടി വരും കത്തണമെങ്കിൽ. അപ്പോൾ അയാൾക്ക് ദോഷമാണ്, അന്തരീക്ഷത്തിൽ ദോഷമാണ്, ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കും. ഇതൊക്കെ പറയുമ്പോൾ ഓസോൺ പാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കവർ കത്തിച്ചിട്ടാണോ എന്നുള്ളതല്ല. ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് കത്തിക്കുന്നതും AC ഉപയോഗിക്കുന്നത്, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാതകങ്ങൾ ഇതെല്ലാം ഓസോൺ പാളിയെ ബാധിക്കും. അപ്പം ഞാനൊരു കവർ കത്തിച്ചില്ലെങ്കിൽ, ഒരു മാസം ഞാനൊരു 10 കവർ കത്തിക്കുന്ന ആൾ 10 കവർ കത്തിച്ചില്ലെങ്കിൽ ഒരു വർഷം എത്ര കവർ കത്തിക്കാതെ കഴിഞ്ഞു? അപ്പോൾ ഓസോൺ പാളിക്ക് അത്രയും വാതകം ഏൽക്കാതെ കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണ്ടേ. ഒരു മനുഷ്യൻ 70 വയസ്സ് വരെ ജീവിക്കുന്നതെന്ന് വിചാരിക്കാം. 70 വയസ്സിനുള്ളിൽ ഇയാൾ എത്ര കവർ കത്തിച്ചോളെ? അത്രയും ഓസോൺ പാളിയെ ബാധിക്കില്ലേ? നമ്മളെ ഓക്സിജൻ ശ്വസിക്കുന്നതിനെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം പരസ്പര ബന്ധിതമായ കാര്യമാണ്. നമ്മൾ സർവൈവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ തന്നെ ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. മനുഷ്യനേക്കാളൊക്കെ വലിയ ഭീകരജീവികളായിട്ടുള്ള ഡൈനോസറുകൾ വംശനാശം വന്നു പോയില്ലേ? കാരണം എന്താ? അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നില്ല, ബുദ്ധി ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് അനുയോജ്യമാക്കി മാറ്റുന്നതിനുള്ള വിവേചന ബുദ്ധി അവർക്കില്ലാതിരുന്നത് കൊണ്ടാണ് അവർ നശിച്ചു പോയത്. ഇല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനൊന്നുമല്ല, മനുഷ്യൻ ഇപ്പോഴും ഒന്നുമല്ല. അത് നമുക്കറിയാം, ശാസ്ത്രം പഠിച്ച ആൾക്കറിയാം. മനുഷ്യൻ ആനേക്കാളും ചെറിയ ജീവിയാണ്. മറ്റ് നമ്മളെക്കാളൊക്കെ ശക്തിയുള്ള, എന്ന് വെച്ചാൽ ഹെൽത്ത് പവറുള്ള ജീവികൾ ഒരുപാടുണ്ട്. പക്ഷെ അവരൊക്കെ വംശനാശം വന്നു പോയത് അവരുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാതെയാണ്. മനുഷ്യൻ ഇപ്പോൾ അതിജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കോവിഡ് വന്നില്ലേ? കോവിഡ് വന്നപ്പോൾ നമ്മളെങ്ങനെ അതിജീവിച്ചത്? നമ്മുടെ വിവേചന ബുദ്ധി കൊണ്ടാണ്. വാക്സിൻ കണ്ടുപിടിച്ചു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു, ഇത് പടരുന്നത് തടഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യവംശം തന്നെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഹരിതകർമ്മസേന, ഞാനത് അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. നമ്മുടെ നാട് ഒന്നാകെ ഹരിതകർമ്മസേനയോടൊപ്പമുണ്ട്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു രാഷ്ട്രീയ ദുരുദ്ദേശം വെച്ചുകൊണ്ടുള്ള ഈ ഒരു സമരം വീഡിയോ കണ്ടുകൊണ്ടൊന്നും പുതുക്കോട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ നിരുത്സാഹപ്പെടരുത്. അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രവൃത്തി പുതുക്കോട് പഞ്ചായത്തിൽ 100% തയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്തുക. ആ 100% തയ്ക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.